വിഘ്നേശ്വരായ നമഃ. ഓം നമഃശിവായ. നമസ്കാരം. എല്ലാവർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെക്കുറിച്ചിട്ടാണ്. ഈ വരുന്ന 2024 ഏപ്രിൽ 8 സമ്പൂർണമായ സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നു. ഇന്ത്യയിൽ ഇത് ദൃശ്യമാകില്ല. ഇത് സമ്പൂർണമായ സൂര്യഗ്രഹണമാണ്. അതുമാത്രമല്ല, 54 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു പൂർണ്ണ സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നത്. ആയതിനാൽ ഈ സൂര്യഗ്രഹണം വളരെ ക്രൂഷ്യലായിരിക്കും. ഇതുപോലത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഇനി വരുന്നത് 2078 അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ ഗ്രഹണത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഈ പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് അമേരിക്കയിലാണ്. പ്രത്യേകിച്ച് വടക്കൻ അമേരിക്കയിലെ മെക്സിക്കോ, അമേരിക്ക മുഴുവനായും പിന്നെ കാനഡയിലുമാണ് ഇത് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തെക്കൻ പസഫിക് സമുദ്രത്തിലുമാണ് ഏറെക്കുറെ ഈ ഗ്രഹണം കാണാൻ കഴിയുന്നത്. ഗ്രഹണം തുടങ്ങുന്നത് ടെക്സാസിൽ നിന്നാണ്, അവസാനിക്കുന്നത് കാനഡയിലുമാണ്. ഗ്രഹണത്തിൻ്റെ യഥാർത്ഥ സമയം നോക്കിയാൽ 2024 ഏപ്രിൽ 8 പസഫിക് സമയമനുസരിച്ച് ഉച്ചയ്ക്ക് 2:14 തുടങ്ങുന്നത്. അവസാനിക്കുന്നത് ഏപ്രിൽ 9 ഉച്ചയ്ക്ക് 2 ഗ്രഹണം അവസാനിക്കുന്നു. അപ്പോൾ ഇതൊരു ദീർഘ സൂര്യഗ്രഹണമാണ്. ഇന്ത്യയിൽ ഇത് ദൃശ്യമല്ലെങ്കിലും ഇന്ത്യൻ സമയമനുസരിച്ച് IST രാത്രി 9:12 തുടങ്ങി പിറ്റേന്ന് ഉച്ചയ്ക്ക് 2:15 വരെയാണ് ഗ്രഹണം സംഭവിക്കുന്നത്. പൂർണ്ണമായ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് മെക്സിക്കോയിലെ ഗോമസ് പാലാസിയോ, ഓസ്റ്റിൻ, ഇൻഡ്യാനാപോളിസ്, USA വാക്കോ, കാനഡയിലെ ഹാമിൽട്ടൺ, കിങ്സ്റ്റൺ, ഷെർബ്രൂക്ക് നഗരങ്ങളിലായിരിക്കും. ഇന്ത്യയിലിത് പൂർണ്ണമായോ ഭാഗികമായോ കാണാൻ കഴിയില്ല. ഈ പ്രാവശ്യത്തെ സൂര്യഗ്രഹണം കുറച്ച് അപകടകാരിയാണ്. ഇത് കാണുന്നവരെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇത് പറയുന്നത്. ഇത് എല്ലാവരെയും ബാധിക്കുന്നു. പ്രത്യേകിച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മനുഷ്യരിൽ കാണാൻ കഴിയും. ബ്ലഡ് സെല്ലുകളെ ഇത് കാര്യമായി ബാധിക്കുന്നു. BP ഉള്ളവരെയും ഹൃദ്രോഗമുള്ളവരെയും ക്യാൻസർ രോഗികളെയും ഈ ഗ്രഹണം കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിൻ്റെ ഇമ്പാക്റ്റ് ഏപ്രിൽ 8 മുതൽ ഏകദേശം ഒരു 6 മാസത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ്. അത്രത്തോളം നീണ്ട ഒരു സമയത്ത് ഈ ഗ്രഹണത്തിൻ്റെ ആധിക്യം ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഇതൊരു പൂർണ്ണ സൂര്യഗ്രഹണമായതിനാലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ, ഹൃദ്രോഗികൾ, രക്തസമ്മർദ്ദമുള്ളവർ, ഇവർക്കൊക്കെ കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കാൻ സാധ്യത കാണുന്നു. ആയതിനാൽ ഇങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. കാലപുരുഷൻ്റെ 12ാമത്തെ ഭാവമായ മീനത്തിലാണ് സമ്പൂർണ്ണ ഗ്രഹണം നടക്കുന്നത്. മീനത്തിൽ സൂര്യനും രാഹുവും നിൽക്കുന്ന സമയമാണ്. ഇനി ഈ സൂര്യഗ്രഹണം ഓരോ രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ഇടവം, മിഥുനം, തുലാം, മകരം ഈ 4 രാശിക്കാർക്ക് ഈ ഗ്രഹണം കാര്യമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല. ഒന്നുകൂടെ പറയാം, ഇടവം, മിഥുനം, തുലാം, മകരം ഈ രാശിക്കാരെ ഗ്രഹണം കാര്യമായി ബാധിക്കില്ല. ഇനി കുറച്ച് ബുദ്ധിമുട്ടുകൾ, എന്നാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. അത് ഏതൊക്കെ രാശിയാണെന്ന് നോക്കിയാൽ കർക്കിടകം, കന്നി, വൃശ്ചികം, കുംഭം ഈ രാശിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള രോഗദുരിതങ്ങളുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെന്ന് ഒഴിച്ച് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും ഈ 4 രാശിക്കാർക്ക് ഉണ്ടാകില്ല. എന്നാൽ ഈ പൂർണ്ണ സൂര്യഗ്രഹണം കാര്യമായി ശാരീരികമായി ബാധിക്കുന്നത് മേടം, ചിങ്ങം, ധനു, മീനൻ രാശിക്കാരെയാണ്. ഇതിൽ പ്രത്യേകിച്ച് മീനൻ രാശിയിലുള്ളവർ വളരെ കരുതലോടെ ഇരിക്കണം. അവർക്ക് 7 ശനി നടക്കുകയാണ്. ജന്മത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയം കൂടിയാണ്.
കൂടാതെ ഇപ്പോൾ ഈ ഏപ്രിൽ 8 സൂര്യഗ്രഹണം നടക്കുകയുമാണ്. അത് നടക്കുന്നത് മീനൻ രാശിയിലുമാണ്. അതിനാൽ മീനൻ രാശിക്കാരിൽ ഇപ്പോൾ രോഗബാധിതരായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഹൃദ്രോഗം, ക്യാൻസർ, രക്തസമ്മർദ്ദം, ഈ രോഗമുള്ളവരൊക്കെ വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ശാരീരികമായിട്ടായിരിക്കും ഈ സൂര്യഗ്രഹണം എല്ലാവരെയും ബാധിക്കുന്നത്. ഇനി ഗവൺമെൻറ് സംബന്ധമായ പോളിസികൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. ടാക്സേഷൻ, അഡ്മിനിസ്ട്രേഷൻ എന്നീ മേഖലകളെ ഇത് കാര്യമായി ബാധിക്കും. സാമ്പത്തികമായിട്ടുള്ളൊരു സ്വാധീനം ഈ ഗ്രഹണത്തിന് ഉണ്ടാകില്ല. ഈ സൂര്യഗ്രഹണത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാനായി നമുക്ക് പ്രാർത്ഥിക്കാം, ചില മന്ത്രങ്ങളൊക്കെ ജപിക്കാം. കാഠിന്യം കുറയാനായി എല്ലാവർക്കും ആദിത്യ ഹൃദയ സ്തോത്രം, മഹാമൃത്യുഞ്ജയ മന്ത്രം, ഭൈരവ മന്ത്രം, രാഹു മന്ത്രം, പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ മുതലായവ ഗ്രഹണ സമയത്ത് ജപിക്കാവുന്നതാണ്. ഗ്രഹണത്തിന് മുന്നേയും പിന്നെയും കുളിക്കുന്നത് നല്ലതാണ്. ഗ്രഹണശേഷം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ ഇതൊരു പൂർണ്ണ സൂര്യഗ്രഹണമായതിനാൽ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിലും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും മേൽപ്പറഞ്ഞ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനു മുന്നേ പല സൂര്യഗ്രഹങ്ങളും വന്നിട്ടുണ്ട്. അതൊക്കെ ഭാഗികമായിട്ട് വന്നിട്ടുള്ളതാണ്. എന്നാൽ 2024 ഏപ്രിൽ 8 ഞായറാഴ്ച നടക്കാൻ പോകുന്നത് സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ്. അത് തീർച്ചയായും മനുഷ്യരായിട്ടുള്ളവരെയെല്ലാം ശാരീരികമായിട്ട് ബാധിക്കുന്നതാണ്. ഇതൊരു മുൻകരുതലെന്ന രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.